നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. ഹലോ, എന്താ നമ്മുടെ പ്ലാൻ സക്സസ് ആയി. ഒരു ഉഗ്രൻ ബോംബ് ഞാൻ ഇവിടെ പൊട്ടിച്ചിട്ടുണ്ട്. ആ വീഡിയോ പാർവതി ആന്റി കാണിച്ചൊന്നു മാത്രമല്ല, അതിന്റെ പൊട്ടലും ചീറ്റലും ഒക്കെ ഇവിടെ തുടങ്ങുകയും ചെയ്തു. അയ്യോ, എന്റെ കഷ്ടകാലം എന്ന് പറഞ്ഞാ മതിയല്ലോ. എനിക്കൊന്നും നേരിട്ട് കാണാൻ പറ്റിയില്ല. അയ്യോ, നീയും കൂടെ വേണമായിരുന്നു. ഇപ്പോ നിധിയെ ഏട്ടത്തി നിർത്തി പൊരിച്ചിട്ട് മുറിന്ന് ഇറങ്ങി പോയതേ ഉള്ളൂ. അല്ലെങ്കിലും ഭാഗ്യമില്ലാത്തവളാ ഞാൻ. നിധി ഉരുകുന്നത് കാണാൻ എത്ര നാളായിട്ട് ഞാൻ കൊതിച്ചെന്നറിയോ. എന്റെ പൊന്നു മോളെ, ചക്കരക്കുടമേന്ന് വിളിച്ചോണ്ട് നടന്ന ഏട്ടത്തി നിധിയുടെ മുഖത്ത് നോക്കി വഞ്ചകിയെന്നും ദ്രോഹിയെന്നും ഒക്കെ വിളിക്കുന്നത് കേട്ടപ്പോഴേ യോ, എനിക്കുണ്ടായ രോമാഞ്ചം ഉണ്ടല്ലോ, അത് പറഞ്ഞറിയിക്കാൻ വയ്യ. എനിക്കറിയാം ആന്റി, ആന്റി ഇത് പറയുമ്പോ തന്നെ എനിക്ക് രോമാഞ്ചം ഉണ്ടായിട്ടുണ്ടെങ്കിൽ നേരിട്ട് കണ്ട ആന്റിയുടെ സന്തോഷം എത്രത്തോളം ആവുമെന്ന് എനിക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ആ നിധി പാർവതി ആന്റിയുടെ കാൽക്കൽ വീണ് കരഞ്ഞ് അഭിനയിച്ചു കാണുമല്ലോ. ദേ, കരച്ചിലും പിഴിച്ചിലും അങ്ങോട്ട് പഴയതുപോലെ ഏറ്റില്ല. ഏട്ടത്തി കാലി തുള്ളി തന്നെ നിൽക്കുക. ഇനി മേലില് ശിവാനിയെ സപ്പോർട്ട് ചെയ്യില്ല എന്നും ശിവാനിയെ ഈശ്വരമംഗലത്തേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കില്ല എന്നും നാളെ ഭദ്രകാളി ക്ഷേത്രത്തിൽ ചെന്ന് സത്യം ചെയ്ത് കൊടുക്കണമെന്നൊക്കെ പറഞ്ഞിരിക്കുക ഏട്ടത്തി. ഓ, അല്ല, സത്യം ചെയ്ത് കൊടുക്കാന്ന് പറഞ്ഞാ അത് പ്രശ്നമല്ലേ ആന്റി? നിധി അതോടെ എന്നെ കൈവിട്ട് കളയൂലേ? ഏയ്, അത് വേണ്ട ആന്റി, അത് ശരിയാവില്ല. നിധി ഏട്ടത്തിക്ക് സത്യം ചെയ്ത് കൊടുത്താലല്ലേ പ്രശ്നമുള്ളൂ. ആ സത്യപ്രതിജ്ഞയൊക്കെ തടയാനുള്ള ഒരു വഴി ഞാൻ നിനക്ക് പറഞ്ഞുതരാം. എന്താ വഴി? നാളെ അവര് പോകുന്ന അതേ ഭദ്രകാളി ക്ഷേത്രത്തില് നീയും പോണം. അല്ല, ഞാൻ അവിടെ ചെന്നിട്ട് എന്ത് ചെയ്യണമെന്നൊക്കെ ഞാൻ നിനക്ക് പറഞ്ഞുതരാം. ശ്രദ്ധിച്ച് കേട്ടോ. ഇത് ഉഗ്രം പ്ലാനാ. നാളെ അമ്പലത്തിൽ ചെന്ന് ഇത് അഭിനയിച്ച് ഞാൻ അരങ്ങ കൊഴിപ്പിക്കും. വേണമെങ്കിൽ എന്റെ അഭിനയം കാണാൻ ആന്റി വന്നോട്ടെ. അഭിനയം കാണാൻ ആളെ കൂട്ടണ്ട, നീ ഞാൻ പറഞ്ഞതുപോലെ അങ്ങ് ചെയ്താ മതി. എന്നാ വെക്കട്ടെ? ഓക്കെ ആന്റി, ഈ കളി ഞാൻ ഏറ്റു. ഞാൻ മുറിയിലോട്ട് കയറി വന്നിട്ട് പോലും നീ അറിഞ്ഞില്ലല്ലോ. എന്താ ആലോചിച്ചോണ്ടിരിക്കുക? ഒന്നുമില്ല. ഗൗതം ഫ്രഷ് ആയിട്ട് വാ, ഞാൻ കോഫി എടുക്കാം. നിക്ക, എനിക്കിപ്പോ അത്യാവശ്യം കോഫിയല്ല. എന്താ നിന്റെ പ്രശ്നം, അത് പറ. ഞാൻ വീട്ടിൽ പോയി ശിവാനിയെ കണ്ടതും അവളെ ആശ്വസിപ്പിച്ചതും അമ്മ അറിഞ്ഞു. അതിന്റെ പേരിൽ അമ്മ എന്നെ ശരിക്കും വഴക്കു പറഞ്ഞു. വഴക്കു പറഞ്ഞോട്ടെ, എൻ്റെ അമ്മ തന്നെയല്ലേ, ഞാൻ കേൾക്കും. പക്ഷെ എന്നെ വിളിച്ച ചില പേരുകളുണ്ട്, ദ്രോഹി, വഞ്ചകി എന്നൊക്കെ. അതെന്നെ വല്ലാതെ മുറിപ്പെടുത്തി കളഞ്ഞു. ഇതെങ്ങനെ അമ്മ അറിഞ്ഞു? ഇനി നീ തന്നെ എന്തായാലും അറിയാതെ പറഞ്ഞു പോയതാണോ? അല്ല, ഞാൻ അവിടെ പോയ വിവരം അമ്മയെ അറിയിച്ചത് വസുന്ധരാന്റിയോ. അത് വസുന്ധരാന്റി എങ്ങനെയോ മണത്തറിഞ്ഞു. കൃത്യമായി വള്ളി പുള്ളി തെറ്റാതെ അമ്മ അത് അറിയിക്കുകയും ചെയ്തു. വസുന്ധരാമ്മ എന്തെങ്കിലും ചെന്ന് പറഞ്ഞ ഉടനെ അമ്മ നിന്നെ അതിന്റെ പേരിൽ വഴക്ക് പറയൂ? അത് ശരിയായ കാര്യമല്ലല്ലോ. മതി, എല്ലാം ഇവിടെ കൊണ്ട് നിർത്തിയേക്കാം. ഈ പുലിവാലൊക്കെ ഞാനായിട്ട് ഉണ്ടാക്കി വെച്ചതല്ലേ, അതിന് നീ പഴി കേൾക്കേണ്ട ആവശ്യമില്ല. അവസാനിപ്പിച്ചേക്കാം. എല്ലാത്തിനും കാരണക്കാരൻ ഞാനാണെന്ന് തുറന്നു പറഞ്ഞ് എല്ലാം അങ്ങ് തീർത്തേക്കാം. ഗൗതം, വേണ്ട. എന്തായാലും കാര്യങ്ങൾ ഇവിടം വരെ എത്തിയില്ലേ, ഇനി ഒരു നല്ല അവസാനം ഉണ്ടാവുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അതുവരെ അമ്മ നിന്നെ ഇങ്ങനെ വായി തോന്നിയതൊക്കെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കട്ടെന്നോ? അതൊക്കെ സഹിച്ചോളാന്നാണോ നീ പറയുന്നത്? വേണ്ട, ഞാൻ കാരണം നീ അമ്മയുടെ മുമ്പിൽ മോശക്കാരിയാവണ്ട. എല്ലാ കുറ്റവും ഞാൻ തന്നെ ഏറ്റെടുത്തോളാം.
ഗൗത എന്താ പറയാൻ പോകുന്നത്? ഐശ്വര്യ പ്രണവിനോട് കാണിച്ച ഇഷ്ടവും സ്നേഹവും ഒക്കെ വെറും അഭിനയമായിരുന്നോ? അത് കേട്ടാൽ അമ്മ സമാധാനപ്പെടുമെന്നാണോ ഗൗതം വിചാരിക്കുന്നത്? ശിവാനിയെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി നമ്മൾ ഇറക്കിയ ഒരാളാണ് ഐശ്വര്യ എന്നറിഞ്ഞാൽ അമ്മയ്ക്ക് ഇരട്ടി ദേഷ്യമാവുകയുള്ളൂ. നീവോളം കാത്തില്ല ഗൗതം നമ്മള്. ഇനി 6 ഓളം കൂടി ക്ഷമിക്കാം, എല്ലാം ശരിയാവും. ഷടാ, അതിനേക്കാൾ വലിയ വേറൊരു പ്രശ്നമുണ്ട് ഗൗതം. എന്ത് പ്രശ്നം? അത് നാളെ രാവിലെ ഞാൻ അമ്മയുടെ കൂടെ ഭദ്രകാളി ക്ഷേത്രത്തിൽ ചെല്ലണമെന്ന് പറഞ്ഞിരിക്കുകയാണ് അമ്മ. എന്തിന്? ഭഗവതിയുടെ മുമ്പിൽ വെച്ച് ശിവാനി ഒരിക്കലും ഈ വീട്ടിലേക്ക് തിരികെ കൊണ്ടുവരാൻ കൂട്ടുനിൽക്കില്ലെന്ന് ഞാൻ സത്യം ചെയ്തു കൊടുക്കണമെന്നാ അമ്മ പറഞ്ഞിരിക്കുന്നത്. എന്നിട്ട് നീ എന്ത് പറഞ്ഞു? ചെല്ലാന്ന് സമ്മതിച്ചോ? ചെല്ലില്ല എന്ന് പറയാൻ പറ്റുമോ ഗൗതം എനിക്ക്? ഭദ്രകാളി ദേവിയുടെ മുന്നിൽ ചെന്ന് ശിവാനിയെ കൊണ്ടുവരാൻ കൂട്ടു നിൽക്കില്ല എന്ന് സത്യം ചെയ്ത് കൊടുക്കാൻ പോവാണോ നീ? എനിക്കറിയില്ല ഗൗതം എന്ത് ചെയ്യണോന്ന്. ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, സത്യവും ചെയ്യേണ്ട, ഒരു പുല്ലും ചെയ്യണ്ട. എല്ലാം തുറന്നു പറഞ്ഞ ഈ പരിപാടിക്ക് നമുക്ക് ഇവിടെ ഫുൾ സ്റ്റോപ്പ് ഇടാം. കൂടിപ്പോയാ ലോകം കണ്ട ഏറ്റവും വലിയ മണ്ടൻ എന്ന പേരുദോഷം കൂടി എനിക്ക് കിട്ടുമായിരിക്കും. അത് ഞാനങ്ങ് സഹിച്ചു. പ്ലീസ് ഗൗതം, ഇപ്പൊ ഇനി ആരോടും ഒന്നും പറയണ്ട, അതാ നല്ലത്. അപ്പൊ നീ നാളെ അമ്പലത്തിൽ പോയിട്ട് എന്ത് ചെയ്യും? സത്യം ചെയ്ത് കൊടുക്കോ? ഭദ്രകാളിയാ, ഭഗവതിയുടെ മുൻപിലേക്കാണല്ലോ നാളെ പോകുന്നത്. എന്തെങ്കിലും ഒരു വഴി ഭഗവതിയായിട്ട് തന്നെ ഉണ്ടാക്കിത്തരും. വാ. അമ്മേ, ഈശ്വരമംഗലത്തിന് ദോഷം വരുത്തുന്നതൊന്നും നിന്റെ മനസ്സിൽ തോന്നിക്കില്ല എന്ന് ഭദ്രകാളിയമ്മയോട് പ്രാർത്ഥിക്ക്.